ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നീരയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മുഖേന ഇ ഷോപ്പ് വഴി വിപണനം ആരംഭിച്ചു. നാളികേര വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി ബസ്സുടമ സംയുക്ത സമരസമിതി പ്രക്ഷോഭം ആരംഭിച്ചു. ഔഷധ മൂല്യങ്ങൾ അടങ്ങിയ നെല്ലിക്കയുടെ ഉപയോഗം വ്യാപിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് മോയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി ആംലോത്സവ് 2015 സംഘടിപ്പിച്ചു. നീരാപാനീയങ്ങൾ ഇനി കുടുംബശ്രീ ഇ ഷോപ്പ് മുഖേനയും കോഴിക്കോട് OIT റോഡ് പരിസരത്ത് നാളികേര വികസന കോർപ്പറേഷൻ നീര ലഭ്യമാക്കി തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, സ്വകാര്യ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി ബസ്സുടമ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CIT ജില്ലാ സെക്രട്ടറി T ബാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. അനുദിനം തകർച്ചയിലേക്ക് നീങ്ങുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിലാളികളും ബസ് ഉടമകളും ചേർന്ന് പ്രക്ഷോഭരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിന് എതിരായല്ല, മറിച്ച് സർക്കാരിന്റെ നയവ്യതിയാനങ്ങൾക്കെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ സമരപ്രഖ്യാപനം. 1988 മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നപ്പോഴുള്ള അതേ സ്ഥിതിവിശേഷമാണ് ഇന്നും കേരളത്തിലുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. ബസ്സുകളുടെ എണ്ണം കൂടിയെങ്കിലും പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് കാരണവും കാലാവധി കഴിയാതെ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിലൂടെയും ബസ് ഉടമകളും തൊഴിലാളികളും ഇന്ന് പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പുതിയ പെർമിറ്റ് നൽകണമെന്നും ജോലി നഷ്ടപ്പെട്ടവർക്ക് KSRTCയിൽ ജോലി നൽകണമെന്നും സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മോട്ടോർ യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി T ബാലൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായി ദേശസാൽക്കരണം നടത്തുന്നതിൽ സംഘടനയ്ക്ക് എതിർപ്പില്ലെന്നും അതേസമയം അത് സ്വകാര്യ ബസ് തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന സ്ഥിതിവിശേഷത്തിന് കാരണമാകരുതെന്നും അദ്ദേഹം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MK സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PP കുഞ്ഞൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി K രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ P മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. നീരാപാനീയങ്ങൾ ഇനി കുടുംബശ്രീ ഇ ഷോപ്പ് മുഖേനയും ലഭ്യമാകും. OIT റോഡ് പരിസരത്ത് നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ സഭാ പുൽപ്പറ്റയിൽ നിന്നും നീര ഉൽപ്പന്നം സ്വീകരിച്ച് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഇ ഷോപ്പിൽ കൂടി നീരാപാനീയം വിതരണം ചെയ്യുന്നതിന് തുടക്കം കുറിച്ചു. നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാനായ സഹാ പുൽപ്പറ്റയിൽ നിന്നും നീരാപാനീയം സ്വീകരിച്ചുകൊണ്ട് മേയർ AK പ്രേമജം OIT റോഡ് പരിസരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സംരംഭങ്ങൾ, വൈവിധ്യമാർന്ന സംരംഭങ്ങൾ തുടങ്ങി അവ വിജയപ്രദമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തന്നെയാണ് മറ്റൊരു പുതിയ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രജനി, നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മൊയ്തീൻ കോയ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MT പത്മ, കൌൺസിലർമാരായ K മുഹമ്മദ് അലി, P കിഷൻ ചന്ദ്, NC മോയിൻകുട്ടി, നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ സഭാ പുൽപ്പറ്റ, കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ്,
ഷീജ പി, ബീന കെ, പ്രമീള ദാസ്, TR ബാലൻ, PV നവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കനാൽ പണിക്കിടെ കൂറ്റം മരം കണ്ടെത്തി. വടകര മാഹി കനാൽ നിർമ്മാണ പ്രവൃത്തികൾക്കിടയിലാണ് ആഴത്തിൽ കുഴിച്ചപ്പോൾ 17.5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള മരം കണ്ടത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാകാമെന്നാണ് നാട്ടുകാരുടെ അനുമാനം. വടകര കന്നിനടയ്ക്കും കോട്ടപ്പള്ളിക്കുമിടയിൽ കഴിഞ്ഞ ദിവസമാണ് കൂറ്റം മരം ശ്രദ്ധയിൽപ്പെട്ടത്. 2 വർഷത്തിലേറെയായി തുടരുന്ന ഈ കനാൽ നിർമ്മാണത്തിനിടയിൽ ആദ്യമായാണ് വലിയൊരു മരം ലഭിക്കുന്നത്. 17.5 മീറ്റർ നീളവും 4 മീറ്ററോളം വീതിയുമുള്ളതാണ് ഈ മരം. എന്നാൽ ഇത് ഏത് മരമാണിതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. 1000-ലേറെ വർഷം പഴക്കമുള്ളതാവും ഈ മരമെന്നാണ് കരുതുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നെൽകൃഷി ചെയ്തിരുന്ന വയലായിരുന്നു ഇത്. ഇതിന് നടുവിലുള്ള തോടുപോലുള്ള സ്ഥലത്താണ് ഈ മരം കണ്ടെത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെള്ളപ്പൊക്കത്തിലോ മറ്റോ ഒഴുകിയെത്തിയതാവും എന്നാണ് കരുതുന്നത്. ഇതേക്കുറിച്ച് നാട്ടുകാരൻ അബ്ദുൽ നാസർ: പിന്നെ ഏകദേശം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മരം ഒന്നായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു അത്രയും പഴക്കമുള്ള ഒരു മരം. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഇവിടെ ഒരു 250 ആളുണ്ട്. രാവിലെ മുതലേ ഇങ്ങനെ ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ വളരെ നീളം കൂടിയ, വളരെ വണ്ണം കൂടിയ ഒരു മരമാണ്. ഇത്രയും വലിയൊരു മരം ഇവിടെ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇത് ഒന്നുകിൽ ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു മരം കടവയ്ക്ക് വീണ് കാലത്തിന് ശേഷം മണ്ണിനടിയിലായതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ടൈമിലായിട്ട് ഒലിച്ചു വന്നതായിരിക്കും. അല്ലാണ്ട് ഇത്രയും വലിയൊരു മരം അന്നത്തെ ടൈമിൽ ഇവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മരം കരയ്ക്കെത്തിക്കും മുൻപ് വരെ 100 കണക്കിന് ആളുകളാണ് സ്ഥലത്തെത്തിക്കൊണ്ടിരുന്നത്. കരയ്ക്കെത്തിച്ച മരം മണ്ണ് മുഴുവൻ നീക്കി മുറിച്ചു മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് പുരാവസ്തു വകുപ്പിന് കൈമാറണമെന്നും നിർദ്ദേശമുയർന്നിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങളടങ്ങിയ നെല്ലിക്കയുടെ ഉപയോഗം വ്യാപിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന ഔഷധ സസ്യ ബോർഡും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി ആംലോത്സവ് 2015 സംഘടിപ്പിച്ചു. ഔഷധി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധർ ക്ലാസുകളെടുത്തു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി ഹെർബൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആംലോത്സവ് 2010 എന്ന പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിലാണ് നടന്നത്. ഓയിസ്ക സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ചീഫ് കോർഡിനേറ്റർ NP നളിനാക്ഷൻ പദ്ധതി വിശദീകരിച്ചു. ഈ ജ്യൂസർ മെഷീൻ നെല്ലിക്ക ജ്യൂസ് എടുക്കാൻ ഈ ഒരു സാധനം തന്നെ വേണം. ശരിക്കും സാധാരണ ഡിസൈനിൽ കുറച്ചൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ അതൊരു കമേഴ്ഷ്യൽ വില കിടക്കാണ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം ഏറ്റവും ചുരുങ്ങിയ വിലയിൽ വലിയ ലാഭവും നഷ്ടവും ഇല്ലാത്ത വിധത്തിൽ അവിടെ നിങ്ങൾക്ക് ജ്യൂസ് ലഭ്യമാവും. സംശയമൊന്നുമില്ല, അവരത് ഏറ്റെടുക്കും. ആ ജ്യൂസർ മെഷീൻ നൽകുന്നത് നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ രജിതനാണ്. തൃശൂരിലെ ഔഷധി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KS രഞ്ജിത്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക സൗത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി അരവിന്ദ് ബാബു, പ്രസിഡന്റ് PD മാത്യു, KP അബൂബക്കർ, C സതീഷ് കുമാർ, ഷഹനാസ് സലീം, PK രാജൻ, ഡോക്ടർ രശ്മി കിഷോർ, ലത രാജൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ലതാ മങ്കേഷ്കറിന്റെ സ്വരമാധുരി ഒരിക്കൽ കൂടി കോഴിക്കോട് നഗരത്തിൽ പെയ്തിറങ്ങുന്നു. ഗായിക രാധിക റാവുവാണ് ലതാ മങ്കേഷ്കറിന്റെ ഗാനങ്ങളുമായി നഗരത്തെ ധന്യമാക്കുന്നത്. മാർച്ച് 20 ഇന്ത്യ സോഷ്യൽ സെന്റർ കാലിക്കറ്റാണ് ഇതിന് വേദിയൊരുക്കുന്നത്. तुम्ही मेरी मंदिर, तुम्ही मेरी पूजा, तुम्ही देवता हो, तुम्ही देवता हो. തുംഹി മേരി മന്ദിർ തുംഹി മേരി പൂജ എന്ന ഗാനത്തിന് ലതാ മങ്കേഷ്കറുടെ ആ മധുരസ്വരം പകരുന്നത് ISC ഗായിക രാധിക റാവുവാണ്. മാർച്ച് 20 വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ലതാ നൈറ്റ് ഉദ്ഘാടനം ചെയ്യും. രാധിക റാവുവിന്റെ നേതൃത്വത്തിൽ 3ാമത് ലതാ നൈറ്റാണ് മാർച്ച് 20 നടക്കുന്നത്. ISCയുടെ മറ്റ് ഗായകരായ ഗോകുൽദാസ്, തൽഹത്ത്, റിയാസ്, ജാഷിം തുടങ്ങിയവർ പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. രാധിക റാവുവിന്റെ മക്കളായ പ്രിയ, സ്വാതി, ധന്യ എന്നിവരും സംഗീതത്തിൽ ഒട്ടും പിന്നിലല്ല. അമ്മയെപ്പോലെ തന്നെ കുട്ടികൾ ആശയ ബോൺസിലെ ഷംസാദ് ബേഗം, നൂർജഹാൻ, സുരയ്യ, ഗീതാദത്ത് എന്നിവരുടെ ഗാനങ്ങൾ ഒട്ടനവധി സ്റ്റേജുകളിൽ പാടി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. അകമഴിഞ്ഞ പ്രോത്സാഹനവുമായി പ്രിയ ഭർത്താവ് രത്നാകർ റാവുവും ഇവർക്കൊപ്പമുണ്ടെന്നും ISC ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള.
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. എടാവേ അറിഞ്ഞായിരുന്നു, മാർച്ച് 18 കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാ. നല്ല അടിപൊളി സെറ്റപ്പാ കേട്ടോ. എന്തുട്ട കടി പറയണേ, മാർച്ച് 25 കല്യാൺ സിൽക്സിന്റെ ന്യൂ ഷോറൂം ഉദ്ഘാടനം. കുന്നംകുളത്താണ് സംഗതി. എന്തിനായി പറയണത്? ആറ്റിങ്ങൽ ടൗണിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. ഏപ്രിൽ 6 പരിപാടി. എന്റെ പൊന്നോ, തൊടുപുഴയിലാടാവേ ഉദ്ഘാടനം. കുന്നംകുളത്താണ് മാഷെ കല്യാൺ സിൽക്സ്. അണ്ണാ, ഏപ്രിൽ 6 പരിപാടി ആറ്റിങ്കലില്. കല്യാൺ സിൽക്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. 3 ആഴ്ചകളിലായി 3 മെഗാ ഷോറൂമുകൾ. മാർച്ച് 18 തൊടുപുഴ, മാർച്ച് 25 കുന്നംകുളം, ഏപ്രിൽ 6 ആറ്റിങ്കൽ. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ഖത്തർ രാജകുടുംബത്തിനു വേണ്ടി ബേപ്പൂരിൽ പണി കഴിപ്പിച്ച ഭീമൻ ഉല്ലാസ നൌക ബുധനാഴ്ച നീരണിയും. ഇന്ത്യയിൽ നിർമ്മിച്ചവയിൽ ഏറ്റവും വലുതാണ് ഈ ഉരു. 2 എഞ്ചിന്റെ സഹായത്താലാണ് പ്രവർത്തിക്കുക. 50ലധികം തൊഴിലാളികൾ 3.5 വർഷം കൊണ്ടാണ് BC റോഡിലെ യാർഡിൽ ഈ സാമ്പൂക്കിനത്തിൽപ്പെട്ട ഉരു തയ്യാർ ചെയ്തത്. കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മാണം പൂർത്തിയാവുന്ന ഈ ഭീമൻ നൌക സാമ്പോക്ക് വിഭാഗത്തിൽപ്പെടുന്നതാണ്. 141 അടിയാണ് ഈ ഉരുവിന്റെ കീലിന്റെ നീളമെങ്കിൽ വീതി 42 അടിയാണ്. മുകളിലത്തെ നീളം 200 അടിയിലേറെ വരും. ഒരു കപ്പലിന് സമാനമായതും വേങ്ങ, തേക്ക് തടികളിൽ തീർത്തിട്ടുള്ളതുമായ ഈ നൌക നിർമ്മാണം പൂർത്തീകരിക്കാൻ 3.5 വർഷവും ആയിരക്കണക്കിന് മനുഷ്യാധ്വാനവും വേണ്ടിവന്നു. 4.5 കോടിയോളം രൂപ ചെലവിട്ട് ഈ ആഡംബര നൌക ഖത്തർ അമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ കുടുംബത്തിനു വേണ്ടി ഒരു നിർമ്മാണത്തിൽ ഏറെ വൈദഗ്ധ്യമുള്ള ബേപ്പൂർ സ്വദേശി സത്യന്റെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. സാധാരണ ഉരുക്കളിൽ 1 എഞ്ചിനാണെങ്കിൽ 1500 കുതിരശക്തിയുള്ള റോൾസ് റോയ്സിന്റെ 2 എഞ്ചിനുകളാവും ഇതിലുണ്ടാവുക. കർണാടകത്തിലെ മംഗലാപുരത്തും ഗുജറാത്തിലെ ജാംനഗറിലും ഓഖയിലും ഉരുക്കൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ബേപ്പൂരിലെ ഉരുവിന്റെ പൂർണ്ണതയാണ് വിദേശ ഓർഡറുകൾ ഇവിടേക്ക് എത്താൻ കാരണമെന്നത് ശ്രദ്ധേയമാണ്. ഇതൊക്കെ പുറം കംപ്ലീറ്റ് തേക്കൊണ്ടാണ്. അടിയിലെ പാണ്ടി കൊയിലമരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാതിരി ബാക്കിയല്ല, ഉള്ളിലെ ഫ്രെയിംസ് മാത്രം വാഗ, മരുത്, വെണ്ടേക്ക് അതുകൊണ്ടാണ് ഉള്ളിലെ ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഈ ലാഞ്ചിന്റെ വർക്ക് തുടങ്ങി 3.5 വർഷമായി. അടുത്ത ബുധനാഴ്ചയാണ് നീറ്റിലിറക്കുന്നത്. ഇതിന് ഇതുവരെ ജോലി ചെയ്ത് 40-50 പേരോളം വെച്ചിട്ട് 3.5 വർഷം ആണ് ചെയ്തത്. ബേപ്പൂരിന്റെ പെരുമ ഉയർത്തുന്നതിനൊപ്പം കോടികളുടെ നിക്ഷേപം നാട്ടിലെത്തിക്കുന്ന ഒരു നിർമ്മാണ സ്ഥാപനങ്ങളെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ അവഗണിക്കുന്നതായും അസംസ്കൃത വസ്തുക്കളായ തേക്കും മറ്റും ഇവിടെ വില കൂടുതലായതിനാൽ ബർമയിൽ നിന്നടക്കം ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കി ന്യായവിലയ്ക്ക് ഇവിടെ ലഭ്യമാക്കി ഈ വ്യവസായത്തെ നിലനിർത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ വ്യവസായത്തെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മാപ്പിള കലാസികളുടെ ഏലേലം പാട്ടിന്റെ അകമ്പടിയോടെ ഈ ഭീമൻ ആഡംബര നൌക നീരണിയുമ്പോൾ ബേപ്പൂരിനും നാടിനും അത് അഭിമാന നിമിഷങ്ങളാകും സമ്മാനിക്കുക. വർഷങ്ങളായി വിധവകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്തുകൊണ്ട് കേരള വിധവാ വെൽഫെയർ സംഘത്തിന്റെ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. കൌൺസിലർ CS സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. നിയമങ്ങളുടെ നൂലാമാലകളില്ലാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടവരാണ് വിധവകളെന്ന് CS സത്യഭാമ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഒറ്റപ്പെട്ടു പോയതും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിധവകളെ സംഘടിപ്പിച്ച് അവരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് കേരള വിധവ വെൽഫെയർ സംഘം. കേരളത്തിലെ ജനസംഖ്യയിൽ 12%, എണ്ണത്തിൽ ഏകദേശം 40 ലക്ഷത്തോളം വരുന്നവരുമാണ് വിധവകളെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിസ്സഹായാവസ്ഥയും പരിഹരിക്കാൻ വർഷങ്ങളായി മാറി മാറി വന്ന സർക്കാരുകൾ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്താത്ത സാഹചര്യത്തിലാണ് വിധവാ സംഘം സംഘടിത മുന്നേറ്റവുമായി ഇപ്പോൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വിധവാ പെൻഷൻ 1000 രൂപയായി ഉയർത്തുക, ദേശീയ കുടുംബസഹായ പദ്ധതി 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിധവകളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, വിധവകളുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുക, സർക്കാർ സർവീസിൽ 5% സംവരണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വിധവാ സംഘം സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് നടന്ന കൺവെൻഷൻ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ CS സത്യഭാമ ഉദ്ഘാടനം ചെയ്തു.
നിയമങ്ങളുടെ നൂലാമാലകളില്ലാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടവരാണ് വിധവകളെന്ന് CS സത്യഭാമ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ആ നൂലാമാലകളിൽ പെടാതെ അവർക്ക് ആനുകൂല്യം എങ്ങനെ കൊടുക്കും നമ്മൾ ചിന്തിക്കട്ടെ. എങ്ങനെ കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ കഴിയുന്ന പല ഭാഗങ്ങളിലും എനിക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നാണ്, എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നല്ല. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെ അവർ കൊടുക്കാതിരിക്കാൻ കഴിയുമെന്നതാണ്. അപ്പൊ അതിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മളുടെ ഈ സഹോദരിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൺവെൻഷനിൽ വെച്ച് അംഗങ്ങൾക്കുള്ള ഫോമുകൾ വിതരണം ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ജില്ലാ കൺവെൻഷനിൽ 100 കണക്കിന് വിധവകൾ പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിക്ടോറിയ ജോർജ് അംഗങ്ങൾക്കുള്ള കാർഡുകൾ വിതരണം ചെയ്തു. വിധവ ക്ഷേമ ബോർഡ് ചെയർമാൻ KK ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. KVWS കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശാരദ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ശാന്ത നമ്പീശൻ അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് കുന്നുമ്മൽ ഗീത, ഉഷ പൂനൂർ, ബാബു പീറ്റർ, വനജ രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ കരിപ്പൂർ വിമാനത്താവളം അടച്ചിടാനുള്ള നീക്കത്തിനെതിരെ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനം. ആദ്യപടിയായി മാർച്ച് 21 വിമാനത്താവളത്തിന് മുൻപിൽ ധർണ നടത്തും. തിരക്കേറിയ സമയത്ത് വലിയ വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ച് റൺവേ അറ്റകുറ്റപ്പണി നടത്തുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ 21 രാവിലെ 10 മണിക്ക് ധർണ സംഘടിപ്പിക്കും. മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെയും കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയുടെയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചേംബർ ഹൌസിൽ ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് ഈ തീരുമാനം. സായാഹ്ന ധർണയ്ക്ക് ശേഷം സർവകക്ഷി പ്രതിനിധി സംഘം വ്യോമയാന മന്ത്രിയുമായി ചർച്ച നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. ടെൻഡർ നടപടി ഉടൻ പൂർത്തിയാക്കി ആവശ്യമായ മുന്നൊരുക്കത്തോടെ ഒക്ടോബറിന് ശേഷമേ റൺവേ നവീകരണം ആരംഭിക്കാനാവൂ എന്ന് കൺവെൻഷനിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. 4 മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കണം. ഇതിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏജൻസിയെ പ്രവൃത്തി ഏൽപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. MP മുബഷീർ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ, പ്രവാസി കൌൺസിൽ സെക്രട്ടറി PA ഹംസ, CDA ചെയർമാൻ NC അബൂബക്കർ, CMP ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ, NV ബാബുരാജ്, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, V കുഞ്ഞാലി, അഡ്വക്കേറ്റ് M രാജൻ, CP ഹമീദ്, U പോക്കർ എന്നിവർ സംസാരിച്ചു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് C മോഹനൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി MA മെഹബൂബ് നന്ദിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ബജറ്റിനെതിരെ പ്രതിഷേധം. മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബജറ്റിന്റെ കോപ്പി കത്തിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. AP വേലായുധൻ അധ്യക്ഷം വഹിച്ചു. വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനവിരുദ്ധ ബജറ്റ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. കോഴിക്കോട് മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. $3 കോടി 40 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് നിയമസഭയിലെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കലും ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ചയൊക്കെ നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും നോക്കാതെ അന്യോന്യം ഒരു കള്ളുഷാപ്പിനേക്കാൾ ഹീനമായ രീതിയിൽ എന്തിനാണ് ഉപഭോഗിക്കേണ്ടതിന് മൃഗങ്ങളോട് ഉപയോഗിച്ചാൽ മൃഗങ്ങൾക്ക് പോലും നാണം വരുന്ന സംഗതിയാണ്. ഇത്രയാണ് നമ്മുടെ ജനപ്രതിനിധികൾ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത്. എന്തുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല? AP വേലായുധൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PK അബ്ദുറഹിമാൻ, ഷംസുദ്ദീൻ ചെറുവാടി, മാഹിൻ നേരോത്ത്, സുബൈദ കക്കോടി, MA ഖയ്യൂം, മുസ്തഫ പാലാഴി, ഷംസീർ കിണാശ്ശേരി, ദുർഗാദേവി, ശശികല എന്നിവർ സംസാരിച്ചു. ഒരു കാലത്ത് രാജവീഥിയായിരുന്ന പാളയം തളി റോഡ് ഇന്ന് നാറുന്ന വീതിയായി മാറിക്കഴിഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലറോടും മറ്റ് അധികാരികളോടും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഒരു ഫലവുമില്ലെന്ന് പ്രദേശത്തെ നാട്ടുകാരും കച്ചവടക്കാരും പറയുന്നു. ഒരു ചെറിയ മഴ പെയ്താൽ മതി തളി മാരിയമ്മൻ കോവിൽ മുതൽ തളി ഗണപതി ക്ഷേത്രം വരെയുള്ള ഓവുകൾ നിറഞ്ഞ് അരയ്ക്കൊപ്പം ചെളിവെള്ളത്തിൽ കൂടി മാത്രമേ വഴിയാത്രക്കാർക്ക് നടക്കാൻ കഴിയൂ. 6 അമ്പലങ്ങളും 5 സ്കൂളുകളുമുള്ള പ്രദേശത്ത് സ്കൂൾ കുട്ടികളും ഭക്തജനങ്ങളും വളരെ കഷ്ടതയെ അനുഭവിച്ചാണ് ഈ റോഡിൽ കൂടി പോകുന്നത്. ഇതിന് മാറ്റം വരുത്തുവാൻ കൌൺസിലർ MT പത്മയോട് 5 കൊല്ലമായി ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. 6 മാസം മുൻപ് വീണ്ടും ചെന്നപ്പോൾ എഞ്ചിനീയറെ വിളിച്ച് 1 മാസം കൊണ്ട് വീണ്ടും ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വീണ്ടും ചെന്ന് കണ്ടു പറഞ്ഞപ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതിന്റെ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ ഈ ഭക്തജനങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും ആഘോഷമുള്ള മഴ ഇറങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് വെള്ളമാണ് ചളി, ഓവിലെ ചളി. അത്
മുൻപൊരു ഓവ് ഉണ്ടായിരുന്നു, അത് ഇവർ ചെറുതാക്കി. ആദ്യം വെള്ളം ഉണ്ടെങ്കിലും ഒരു 20 മിനിറ്റ് കൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകും. ഇപ്പൊ 2 മണിക്കൂർ വേണം വെള്ളം ഒഴിഞ്ഞു പോകാൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിനെ പറ്റി റേഡിയോയിൽ പരസ്യം ചെയ്യുന്ന അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വാർത്തകളിൽ മറ്റൊരു ഇടവേള. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ദേവസംഗീത മഴയിൽ ജി ദേവരാജൻ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച ദേവരാജൻ അനുസ്മരണവും ദേവരാഗോത്സവവും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ TV ബാലൻ അധ്യക്ഷം വഹിച്ചു. പന്തളം ബാലന് ഇത്തവണത്തെ ദേവരാജൻ പുരസ്കാരം കലക്ടർ സമ്മാനിച്ചു. ജി ദേവരാജൻ അനുസ്മരണ സമിതിയുടെ ദേവരാജൻ പുരസ്കാരം ഗായകൻ പന്തളം ബാലന് സമർപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കവി PK ഗോപിയാണ് പുരസ്കാരം നൽകിയത്. രക്ഷാധികാരി TV ബാലൻ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് പപ്പൻ പൊന്നാടി അണിയിച്ചു. ജാനമ്മ കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് AK സുകുമാരൻ, PK ലക്ഷ്മിദാസ്, വിനീഷ് വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മണികണ്ഠൻ തറൽ നയിച്ച ദേവഗാന സായാഹ്നം നടന്നു. ഗാനാലാപന മത്സരവും ദേവരാജന്റെ ഗാനങ്ങളെ ആസ്പദമാക്കിയുള്ള പരിപാടിയും ഉണ്ടായിരുന്നു. കട്ടയോട്ട് വേണുഗോപാൽ പരിപാടികളിൽ അധ്യക്ഷം വഹിച്ചു. ദിനേഷ് കുമാർ, VK സക്കീർ ഹുസൈൻ, TP മമ്മു എന്നിവർ രാവിലെ നടന്ന ചടങ്ങിൽ സംസാരിച്ചു. ബൈജു ഇരിങ്ങല്ലൂരിന്റെ സുഗമാണി നിലാവ് ലളിതഗാനങ്ങളുടെ CD പ്രകാശനം NP പ്രഭാകരൻ നിർവഹിച്ചു. പഴയകാല ഫോട്ടോഗ്രാഫറും കലാ കായിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നീന ബാലന്റെ പേരിലുള്ള പുരസ്കാരം മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ KK സന്തോഷിന് നൽകി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരം സമർപ്പിച്ചു. പ്രശസ്ത ഫോട്ടോഗ്രാഫറും കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന വ്യക്തിയുമായിരുന്ന നീന ബാലന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ചീഫ് ഫോട്ടോഗ്രാഫർ KK സന്തോഷിന് സമ്മാനിച്ചു. ചടങ്ങ് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം പുരസ്കാരം സമ്മാനിച്ചു. PV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. പ്രമുഖ ഫോട്ടോഗ്രാഫർ P മുസ്തഫ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. രാമകൃഷ്ണ ഏറാടെ പ്രശംസാപത്രം നൽകി. ഡോക്ടർ K മൊയ്തു പൊന്നാടി അണിയിച്ചു. മുൻ മന്ത്രി MT പത്മ പൂച്ചെണ്ട് നൽകി. ബാസി മലാപ്പറമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KS വെങ്കിടാചലം പ്രശസ്തി പത്രം വായിച്ചു. അഡ്വക്കേറ്റ് M രാജൻ, കൌൺസിലർ NC മോയിൻകുട്ടി, AT അബ്ദുള്ള കോയ, പടിയേരി ഗോപാലകൃഷ്ണൻ, അനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും മാലിന്യങ്ങൾ വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റീജിയണൽ സയൻസ് സെന്റർ പ്ലാനറ്റോറിയത്തിൽ നടത്തിയ സെമിനാർ അഭിപ്രായപ്പെട്ടു. NIELT ഡയറക്ടർ MP പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് മാലിന്യത്തിന്റെ അളവ് നിയന്ത്രണാതീതമായി വർദ്ധിക്കുകയാണെന്ന് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ച് നടത്തിയ സെമിനാറിൽ സംസാരിച്ച ക്ലീൻ കേരള കമ്പനിയുടെ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് SS നാഗേഷ് കുമാർ പറഞ്ഞു. മറ്റേത് മാലിന്യത്തെക്കാളും 3 ഇരട്ടിയാണ് ഇന്ത്യയിലെ മാലിന്യത്തിന്റെ വർധന. ഇന്ത്യയിലെ ആഭ്യന്തര രംഗത്തുണ്ടാകുന്ന മാലിന്യത്തെക്കാൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന മാലിന്യങ്ങളാണ് കൂടുതൽ. ഇന്ത്യയും ചൈനയും നൈജീരിയയും ലോകത്തിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ കണക്കുകൾ പ്രകാരമുള്ള ആകെയുള്ള മാലിന്യത്തിന്റെ 22% മാത്രമാണ് സംസ്കരിക്കപ്പെടുന്നത്.
ശേഷിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തള്ളുകയാണ്. ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഇടയാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വേസ്റ്റ് തുറന്ന സ്ഥലത്ത് അലക്ഷ്യമായി കൂട്ടിയിടുന്നത് അപകടകരമായ മാലിന്യങ്ങൾ മണ്ണിൽ കലരുന്നതിന് ഇടയാക്കും. രാജ്യത്ത് നിലവിലുള്ള ശാസ്ത്രീയ ഈ മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ ആകെയുള്ളതിന്റെ 15 മുതൽ 20% വരെ സംസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇത് അതീവ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നതെന്നും SS നാഗേഷ് കുമാർ പറഞ്ഞു. കാലിക്കറ്റ് NIEL IT ഡയറക്ടർ ഡോക്ടർ MP പിള്ള ഉദ്ഘാടനം ചെയ്തു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് C മോഹനൻ, റീജിയണൽ സയൻസ് ആൻഡ് പ്ലാനറ്റോറിയം ഡയറക്ടർ VS രാമചന്ദ്രൻ, പ്രതാപ് എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റിന് ശേഷം ഈ വേസ്റ്റ് മാനേജ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ഫിലിമും പ്രദർശിപ്പിച്ചു. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 128ാമത് ഷോറൂം ഒമാനിലെ സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബോളിവുഡ് താരം പ്രീതി സെൻ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ വിമൻ കോർപ്പറേഷൻ മാനേജർ നൂറുൽ ഹസൻ സലീം അൽ ഹസാനി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ ഷംലാൽ അഹമ്മദ് MP, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PK അബ്ദുൽ സലാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം, തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. അറിയിപ്പുകൾ. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ആധാർ രജിസ്ട്രേഷൻ സൗജന്യമാണെന്ന് അക്ഷയ അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. അതേസമയം ഈ ആധാർ പ്രിന്റ് ചെയ്യുന്നതിനും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള ഫീസ് ഉപഭോക്താക്കൾ നൽകണം. ജില്ലയിലെ 76 അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ എൻറോൾമെന്റ് സൗകര്യം ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി ബസ് ഉടമ സംയുക്ത സമരസമിതി പ്രക്ഷോഭം ആരംഭിച്ചു. ഔഷധ മൂല്യങ്ങൾ അടങ്ങിയ നെല്ലിക്കയുടെ ഉപയോഗം വ്യാപിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് മോയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി ആംലോത്സവ് 2015 സംഘടിപ്പിച്ചു. നീരാപാനീയങ്ങൾ ഇനി കുടുംബശ്രീ ഇ ഷോപ്പ് മുഖേനയും. കോഴിക്കോട് OIT റോഡ് പരിസരത്ത് നാളികേര വികസന കോർപ്പറേഷൻ നീര ലഭ്യമാക്കി തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.